LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ മണ്ണ് തിന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ. ഷഫീദ് റാവത്ത് ചേർന്നു. ഷഫീദ് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് ഇടം നേടി. ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമില്ല. മണ്ണ് നിന്ന് പോകും അറിയാതെ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ LP സ്കൂൾ അധ്യാപക റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ കടുത്ത സമരത്തിലാണ്. കേരള PSC പ്രൊസീജറൽ റൂൾസ് അനുസരിച്ച് ഒരു തസ്തികയിലേക്ക് സ്ഥിരമായ ആളുകളെ നിയമിക്കാൻ ലൈവായി ഒരു റാങ്ക് ലിസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒഴിവുകൾ നിലവിൽ ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും പരീക്ഷ നടത്തുകയും ചെയ്യേണ്ടത് PSCയുടെ നിയമപരമായ ചുമതലയാണ്. ഒരു PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ അതിൽ നിന്നുള്ള നിയമനം നടക്കണമെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് തങ്ങളുടെ കീഴിലുള്ള ഒഴിവുകൾ കൃത്യമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പല ജില്ലകളിലും വിരമിക്കൽ മൂലമുണ്ടാകുന്ന യഥാർത്ഥ ഒഴിവുകൾ പോലും കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കണക്കാക്കി അധ്യാപകരുടെ എണ്ണം നിശ്ചയിക്കുന്ന സ്റ്റാഫ് ഫിക്സേഷൻ നടക്കുമ്പോൾ കുട്ടികൾ കുറയുന്ന സാഹചര്യത്തിൽ ക്ലാസുകളുടെ എണ്ണവും കുറയാറുണ്ട്. ഡിവിഷൻ ഫാൾ എന്ന് വിളിക്കുന്ന ഈ പ്രതിസന്ധി മൂലം തസ്തിക നഷ്ടപ്പെടുന്ന സ്ഥിരം അധ്യാപകരെ പുതിയ ഒഴിവുകളിലേക്ക് റീഅലൈൻ ചെയ്യേണ്ടി വരുന്നു. ഇത് പുതിയ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ കുറയ്ക്കുന്നു. നിലവിലെ LPST റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 15 മാസത്തോളമായി. പല ജില്ലകളിലും നാമമാത്രമായ നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് പോലും ഇതുവരെ നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല. റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണെങ്കിൽ പോലും വകുപ്പ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒഴിവുകൾ കൃത്യമായി കണക്കാക്കി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരുത്തുന്ന വീഴ്ചയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ നിയമനം അനന്തമായി നീളാൻ കാരണം. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.